വഴി നീളെ തിന്നോണ്ട് പോവല്ലേ? ഞാൻ പറഞ്ഞത് അനുസരിക്കില്ല അല്ലേ? വഴിയിൽ വലിച്ചെറിഞ്ഞ് വേസ്റ്റ് എല്ലാം എടുത്ത് വെക്കാൻ ഡസ്റ്റ്ബിന്നിൽ കൊണ്ടിട. അച്ഛാ, ഭൂതം വന്നിരിക്കുന്നു. ഇട്ടേക്കാം. പക്ഷേ ഡസ്റ്റ്ബിൻ എവിടെയാ ഉള്ളത്? അത് എവിടെയാ? വണ്ടിയുടെ അമ്മേ, മര്യാദയ്ക്ക് ആ ചോക്ലേറ്റ് റാപ്പറും കൂടെ ചേർത്തെടുക്കാ. ഞാനല്ല കഴിച്ചേ, ഞാൻ പഴത്തൊലി മാത്രമേ ഇട്ടിട്ടുള്ളൂ. നീ എടുക്കുന്നോ അതോ നിന്നെ പുറം പൊളിക്കണോ? വേണ്ട, എടുത്ത് വെച്ചേക്കാം. വൃത്തിയാക്കിയേക്കാം. ചിണ്ടു, ആരെയും ഇങ്ങനെ വേദനിപ്പിക്കരുത്. ഇത്തരം മാജിക് ഒന്നും ആവശ്യമില്ല. ബോർഡിൽ എഴുതി വെച്ചാൽ മാത്രം മതി. പൂ പറിക്കുന്നതും വേസ്റ്റ് വലിച്ചെറിയാനും പാടില്ല. ആ പോലീസിനെ ഇപ്പൊ തന്നെ ഇവിടുന്ന് പുറത്താക്ക്. നോർമൽ ഡസ്റ്റ്ബിൻ ഫിക്സ് ചെയ്യ്. ഞാൻ എന്ത് ചെയ്താലും നിനക്ക് സംതൃപ്തി ഉണ്ടാവില്ല. ഞാൻ ഇവിടുന്ന് പോവാ. ഈ കാണുന്ന വേസ്റ്റ് ഞാൻ ക്ലീൻ ചെയ്തേക്കാം. ഊർസത്ഗഞ്ചിലെ ജനങ്ങളെ, എന്റെ ഈ രാക്ഷസ തേനീച്ചയുടെ അറ്റാക്കിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടോളൂ. ഇംലി, അങ്ങോട്ട് നോക്ക്. വലിയൊരു രാക്ഷസ തേനീച്ചയാണ്. അതിനകത്തിരിക്കുന്നത് ടിംബക്റ്റു ആണ്. നാട് മൊത്തം ഇങ്ങനെ നശിപ്പിക്കുമ്പോൾ എനിക്ക് ഭയങ്കര രസം തോന്നുന്നു. നിങ്ങൾ വേഗം ചെന്ന് അപ്പൂപ്പനോട് കാര്യം പറയേ. ഇവന്റെ കാര്യം ഞാൻ ഏറ്റു. വരൂ വീർ, വേഗം വരൂ. അങ്ങോട്ട് നോക്ക്, ബ്രിഡ്ജ് മൊത്തം ഞാൻ തകർത്തു. സ്കൂൾ ബസ് ഇപ്പോൾ അതാ നദിയിലേക്ക് വീഴും. ഇപ്പൊ നീ പറയേ, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും വീർ? എന്തു പറ്റി വീർ? എങ്ങനെയുണ്ട് എന്റെ അഭ്യാസം? അല്ല, ഇത് ഏതാ സ്ഥലം? വെൽക്കം വീർ, വെൽക്കം ടു മാഡ് മാക്സ് വേൾഡ്. ഇതെന്റെ പേഴ്സണൽ UFO ആണ് വീർ. എന്റെ UFOയിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാനേ സാധിക്കില്ല. ഈ വീർ ഞങ്ങളെ ഒരുപാട് കളിപ്പിച്ചിട്ടുണ്ട്. ഇനി ഞങ്ങളുടെ താളത്തിനൊത്ത് നീ ഒന്ന് തുള്ളി നോക്ക. ഇംലി, നീ എവിടെയാ ഉള്ളത്? ഇംലി, വീർ, ഞാൻ എവിടെയാ ഉള്ളതെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ എനിക്ക് നിന്നെ മോണിറ്ററിൽ കാണാൻ പറ്റുന്നുണ്ട്. വീർ, വേഗം എന്തെങ്കിലും ചെയ്യ്. ഇംലി, ഞാനിതാ വരുന്നു. വീർ, ഇനി നീ എങ്ങനെയാണ് ഹിമലയെ കണ്ടെത്താൻ പോകുന്നത്? നിന്റെ കഥ ഇതോടെ അവസാനിച്ചു. ഇനി എന്നെ തടയാൻ നീ ഒരിക്കലും ഉണ്ടാവുകയില്ല. ഈ ഗെയിമിന്റെ പേരെന്താണെന്ന് അറിയോ? ഓപ്പറേഷൻ ഹിമലേ. വീർ, ഇനി നീ എന്ത് ചെയ്യും? ഇമിലിയെ നീ എങ്ങനെയാണ് രക്ഷിക്കാൻ പോകുന്നത്? ലേസർ പ്രൊട്ടക്ഷൻ ഓൺ. വീർ,
ഞാൻ നിന്റെ വോയിസ് ട്രേസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുവാണ്. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. നീ ഇടവിട്ട് എന്നെ വിളിച്ചുകൊണ്ടിരിക്കേ. വോയിസ് ട്രാക്കിംഗ് ഡിവൈസ് ഓൺ. ഇമിലി ആ സൈഡിലുണ്ട്. ഏയ് വീർ, ഹിമലിയുടെ അടുത്ത് പോകുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്റെ ഈ UFO ടണലിനകത്ത് നിനക്ക് കാണേണ്ടതായി ഒരുപാട് കാര്യങ്ങളുണ്ട്. 2, 1. അയ്യോ, ഇപ്പോൾ ആ റോക്കറ്റിന്റെ എഞ്ചിൻ ജാമായി പോകും. നമ്മൾ വിചാരിക്കുന്ന പോലെ ആ റോക്കറ്റ് എവിടെയും പോയി ജാം ആവുകയില്ല. ശരാ, ഇതെന്താ പറ്റിയത്? റോക്കറ്റിന്റെ എഞ്ചിൻ ജാമായെന്നാ തോന്നുന്നത്. തന്നെയല്ല, ആ സാറ്റലൈറ്റ് ഏത് സമയത്തും ക്രാഷ് ആവാൻ സാധ്യതയുണ്ട്. നമ്മുടെ വർഷങ്ങളായുള്ള അധ്വാനം പാഴായി പോവുകയാണ്. അല്പസമയം മുമ്പ് കിട്ടിയ വിവരം അനുസരിച്ച് റോക്കറ്റിന്റെ എഞ്ചിൻ ജാമായി പോയിരിക്കുകയാണ്. സാറ്റലൈറ്റ് ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഫുർസത് ഗാഞ്ചിലാണ് അത് വീഴാൻ സാധ്യതയുള്ളത്. അവിടെ മാകെ ബ്ലാസ്റ്റ് ആകുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് കിട്ടുന്നത്. സയന്റിസ്റ്റിന്റെ 10 വർഷത്തെ കഠിന അധ്വാനം വേസ്റ്റ് ആയി പോയി. ഡോണ്ട് വറി അപ്പൂപ്പ, അവരുടെ കഠിനാധ്വാനം വേസ്റ്റ് ആവില്ല. ആസ്ട്രോനോട്ട് സ്യൂട്ട് ഓൺ. എപ്പോഴത്തെയും പോലെ റോബോബോയ് പ്രശ്നം പരിഹരിക്കാനായി എത്തിയിരിക്കുകയാണ്. റോബോബോയ്ക്ക് ഈ റോക്കറ്റിനെ തടഞ്ഞു നിർത്താനാകുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. ആസ്ട്രോബോട്ട്, വീറിന്റെ കഥ അങ്ങ് അവസാനിപ്പിക്ക. ഓക്കേ ബോസ്. ഇതാരാണ് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്? ആരാണ് റോബോബോയെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്? സാറ്റലൈറ്റ് ശരിക്കും ലോഞ്ച് ആയി കഴിഞ്ഞു. എടാ, ഈ ചുവന്ന തുവാല കെട്ടിയിരിക്കുന്നത് ഞാനാണ്, മനസ്സിലായോ? ബാക്കിയെല്ലാം എന്റെ റോബോട്ട്സുകളാണ്. വീർ, ഐ ആം കമ്മിങ്. കുട്ടികളെ, എല്ലാവർക്കും ഞാൻ ക്യാരറ്റ് ഹൽവ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ചാറ്റും ഉണ്ട്. അടിപൊളി അപ്പൂപ്പ. എനിക്കും വേണം. ഓടിക്കോ, എല്ലാരും ഓടിക്കോ, രക്ഷപ്പെട്ടോളൂ. ഓടിക്കോ. റോബോബോയ് സ്യൂട്ട് ഓൺ. വേണ്ട. റോബോബോയ്, നീ വളരെ ലേസി ആയിരിക്ക. നീ ഇങ്ങോട്ട് വരാൻ എന്താ ഇത്ര ലേറ്റ് ആയത്? ആ കാർ ഞങ്ങളുടെ ദേഹത്ത് വീണിരുന്നെങ്കിലോ? ഇനിയെങ്കിലും ശരിക്ക് ജോലി ചെയ്യൂ, കേട്ടല്ലോ? നീ വീട്ടിലേക്ക് വേണം. അവനോട് താങ്ക്സ് പറയുന്നതിന് പകരം നീ വെറുതെ എന്തിനാണ് അവനെ സഹായിക്കുന്നത്? താങ്ക് യു റോബോ ബോയ്, താങ്ക് യു സോ മച്ച്. ഇവൻ പറഞ്ഞു നീ കാര്യമാക്കണ്ട. ഫുർസത് ഗഞ്ച് നിവാസികളെ, വേഗം നിങ്ങളുടെ റോബോബോയെ വിളിക്ക്.
അവൻ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? അവനോട് എന്റെ മുൻപിൽ വരാൻ പറ. യാ! മാക്സോ ഇത്രയും പേര് എവിടുന്നാ വന്നത്? വീർ, സമയവും ഭാഗ്യവും ഏത് സമയത്തും മാറിയേക്കാം. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ നിന്നേക്കാൾ ശക്തിമാനാണ്. ഇന്നത്തെ ആദ്യത്തെ അറ്റാക്ക് ഞാനല്ല ചെയ്യാൻ പോകുന്നത്, നീയാണ്. എന്നെ നീ അറ്റാക്ക് ചെയ്തോളൂ വീർ. അറ്റാക്ക് ചെയ്യോ. ഓക്കെ, നിന്റെ ഇഷ്ടം പോലെ തന്നെ ചെയ്തേക്കാം. വീർ, നമ്മൾ തമ്മിലുള്ള ഫൈറ്റ് ഇനിയും തീർന്നിട്ടില്ല. നമ്മൾ തമ്മിലുള്ള ഫൈറ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്റെ ഭൂതേട്ടാ, എല്ലാ മാഡ്മാക്സിനെ പഴയതുപോലെ ശരിയാക്കൂ. ടിംബക്ടുവിന്റെ കയ്യിൽ ജിന്നോ? ഇവൻ ഇത് എവിടുന്ന് കിട്ടി? ഇനി എന്റെ ടേണാണ് വീർ. എന്റെ അറ്റാക്ക്.